എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അങ്ങേയറ്റം വളരെയധികം ലിത്താർജിക്കായിട്ടോ ക്ഷീണിതനായിട്ടോ നിങ്ങളുടെ തന്നെ എബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഈ രീതിയിലോ പലപ്പോഴും അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ സ്വയം ഫീൽ ചെയ്യാറുണ്ടോ? അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? അത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നിങ്ങൾ ജോലി നിങ്ങളുടേതായ രീതിയിൽ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇമോഷണലി എന്തോ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റിയെ സ്വയം ഡൗട്ട് ചെയ്യാറുണ്ടോ? സംശയിക്കാറുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി തോന്നാറുണ്ടോ? ഇതിനൊക്കെ കാരണം നിങ്ങളുടെ എബിലിറ്റി അല്ല എന്നും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ നാർസിസ്റ്റായ കോവർക്കറോ അതല്ലെങ്കിൽ ബോസോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ അതായിരിക്കാം. അതായത് നിങ്ങളുടെ കോവർക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ നിങ്ങളെ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് എന്നുള്ള വശം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ മനസ്സമാധാനവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കരിയറും ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. നാർസിസ്റ്റ് ആണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്നും എങ്ങനെ അകലും, എങ്ങനെ നമ്മുടെ പെരുമാറ്റ രീതി നോർമലാക്കി കൊണ്ടുവരും എന്നുള്ളത് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എമോഷണലി ഡിറ്റാച്ച് ആവുക. വൈകാരികമായി ഒരു കാരണവശാലും പ്രതികരിക്കരുത്. അദ്ദേഹം എന്ത് പറഞ്ഞാലും, ആ വ്യക്തി എന്ത് പറഞ്ഞാലും, ഏത് രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്താലും വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക. ദേഷ്യം, ഷെയിം, ഗിൽറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാത്ത രീതിയിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ആ വ്യക്തിയുമായി നല്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഒരു കാരണവശാലും സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യരുത്. അതേപോലെ തന്നെ അദ്ദേഹവുമായിട്ട് എമോഷണലി അടുക്കരുത്. അദ്ദേഹവുമായിട്ട് ഈവൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു പരിധി വിട്ട് അടുപ്പം കാണിക്കരുത്. എമോഷണലി ടോട്ടലി ഡിറ്റാച്ച് ആയിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും ഡോക്യുമെൻ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും, എങ്ങനെ ചെയ്താലും, ആരോടെല്ലാം സംസാരിച്ചാലും, എപ്പോഴെല്ലാം സംസാരിച്ചാലും, ഏതൊക്കെ തീരുമാനങ്ങൾ എടുത്താലും, എന്ത് കാര്യവും ഡിസിഷൻ മേക്കിംഗ്, നിങ്ങളുടെ ജോലികൾ എല്ലാം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുക, എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിൽ സ്വയം അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് അയച്ച് അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. എന്തിനാണത് ചെയ്യുന്നത്? നിങ്ങളെക്കുറിച്ചൊരു കാരണവശാലും നിങ്ങൾ ചെയ്ത ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സെൽഫ് ഡൗട്ടോ സെൽഫ് ഗിൽട്ടോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. നാലാമത്, ആ വ്യക്തിയുമായി നേരിട്ടൊരു കൺഫ്രണ്ടേഷൻ ഒരു കാരണവശാലും നടത്തരുത്. ഒരു പൊരുതൽ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിയുമായിട്ടൊരു യുദ്ധമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് അദ്ദേഹവുമായിട്ട് പൊരുതാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ HR-നോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാം. നിങ്ങളെക്കാളും മുതിർന്ന അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഓർഗനൈസേഷനിലെ മുതിർന്ന ആളുകളോട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ ഇദ്ദേഹവുമായി നേരിട്ടൊരു കാരണവശാലും പൊരുതരുത്. കാരണം നേരിട്ട് പൊരുതുമ്പോൾ അദ്ദേഹം കൂടുതൽ നിങ്ങളെ ഗ്യാസ് ലൈറ്റിങ്ങിന് വിധേയനാക്കുകയാണ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഇത് വളരെയധികം ഡ്രെയിനിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. HR മാനേജറോട് സംസാരിക്കാം. ഈ നിങ്ങളുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റോ കൗൺസിലേഴ്സോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം. കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർ, അവിടെയുള്ള മറ്റാളുകൾ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ മേലധികാരികളോടും നിങ്ങൾക്ക് സംസാരിക്കാം. സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ പോരായ്മയല്ല, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് എന്നെപ്പോഴും മനസ്സിലാക്കുക. ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു കാരണവശാലും നാർസിസ്റ്റിനെ നിങ്ങൾ സ്വയം മാറ്റിയെടുത്ത് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. കാരണം അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതാണ്. നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ജോലിയും കരിയറും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നാർസിസ്റ്റിനെ കൃത്യമായി മനസ്സിലാക്കൂ, അവരുമായി ബൗണ്ടറി സെറ്റ് ചെയ്യൂ, അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിക്കൂ,
സ്വാഭാവികമായും നിങ്ങളുടെ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പതിയെ പതിയെ ഇല്ലാതാവുന്നതായി കാണാം. സപ്പോർട്ട് എടുക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ മടിക്കരുത്.